കൃഷിക്ക് വേണ്ടിയും കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാത്രം ഉള്ളതല്ല. ജൈവ കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ പി ജെ ജോസഫ്, അദ്ദേഹം തന്നെ ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നല്ലൊരു കർഷകൻ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ. ഇന്ന് തൊടുപുഴ സ്ഥിതി കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. കാരണം ഇത്രമാത്രം വികസിച്ച ഒരു ടൗൺ ഇന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ കൂടിയാണ് ഇതെല്ലാം പോയിക്കൊണ്ട് 1998 99 മദ്രാസിൽ പോയി റൈസിനെ കൊണ്ടുവന്നിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ 3 റിംഗ് റോഡ് ഉണ്ടാക്കാൻ അദ്ദേഹം പ്ലാനിട്ടത്. അപ്പം എത്രമാത്രം വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിൻ്റെ ഭാഗമാണ് 89 കാർഷിക 89. അന്ന് എനിക്ക് 30 വയസ്സ് കുറവുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ചുണയും പശുക്കളെ നോക്കാനും മൂല്യം നോക്കാനൊക്കെ ഉള്ള ആരോഗ്യമുണ്ട്. ഇന്നിപ്പോൾ കണ്ട് ആശ്വസിക്കാനുള്ള കഴിവുള്ളൂ. 89 തുടങ്ങിയ തില്ലക്കരമല്ല. അന്ന് റബ്ബർ കർഷകരെ പറ്റിയും റബ്ബറിനെ പറ്റിയും ഞാൻ ഒരു അവതരിപ്പിച്ചിരുന്നു. അതിനെപ്പറ്റി പറയാൻ ഒരു ലേഖനം അറിയിപ്പിച്ചു. ആ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അന്ന് 3 രൂപ 20 പൈസയാണ് റബ്ബറിൻ്റെ വില. അന്നത്തെ കോസ്റ്റും പ്രൊഡക്ഷനും തമ്മിൽ വ്യത്യാസം വന്നാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 50% ലാഭം കിട്ടണമായിരുന്നു. ഇന്ന് കേരളത്തിലെ കർഷകർ, റബ്ബർ കർഷകർ അല്ല, കർഷകർ തന്നെ അല്ല, മൊത്തം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം എന്നുള്ള ഒരു കർഷകന് മാത്രം അറിയാം. നിങ്ങളെപ്പോലെ എന്നെപ്പോലെ നമ്മളെപ്പോലുള്ള കർഷകർക്ക് മാത്രം അറിയാം. ഞാൻ കുറ്റം പറയാൻ എന്നെ ആകപ്പാടെ നല്ലോണം ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ. കർഷകർക്കൊന്നുമില്ല, ആരുമില്ല. ഉടമസ്ഥനില്ലാത്തൊരു ഒരു കുടുംബമാണ്, പിതാവില്ലാത്തൊരു കുടുംബമാണ് കർഷക കുടുംബം. നമ്മുടെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും കാർഷിക മേഖല വലിയൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ റബ്ബറിന്റെ വിലക്കുറവുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ട്. കർഷകര് സാധാരണ ചെറുകിട ഇടത്തരം നാമമാത്ര കർഷകരെ ആശ്രയിക്കുന്നത് പ്രധാനമായും മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷീര പ്രവർത്തനത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഗവൺമെന്റ് പ്രോത്സാഹനം തീർച്ചയായിട്ടും ഈ രംഗത്തുണ്ട്. കൂടുതൽ പ്രോത്സാഹനമാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ള ആത്മയുടെ ഈ ഒരു കന്നുകാലി തൊഴുത്ത് ഷെഡിന്റെ പ്രദർശനം, അതുപോലെയൊക്കെയുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള പാല് നമുക്ക് ഉത്പാദിപ്പിക്കുവാനായിട്ട് കഴിയണം. കാലിത്തീറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കേരള ഫീഡ്സ് ഈ രംഗത്ത് അതിന്റെ പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോഴുള്ള കല്ലേറ്റിൻകരയിലെയും കരുനാഗപ്പള്ളിയിലെയും 2 ഫാക്ടറികൾക്ക് പുറമെ നമ്മൾ കോഴിക്കോട് ഈ ഫെബ്രുവരി മാസം ആദ്യത്തെ വാരത്തിൽ പുതിയ ഒരു 300 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു പ്രതിദിനം 300 ടൺ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. അടുത്ത വർഷം ഡിസംബർ മാസത്തോടുകൂടി നമ്മുടെ അരിക്കുഴയിൽ, തൊട്ടടുത്ത് നമ്മുടെ അരിക്കുഴയിൽ 500 ടൺ പ്രതിദിനം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലിത്തീറ്റ ഫാക്ടറി കൂടി കേരള ഫീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബൈപ്പാസ് പ്രോട്ടീൻ, ബൈപ്പാസ് ഫാറ്റ്, ഈ 2 ഘടകങ്ങൾ കൂടി ആവശ്യമാണ് കാലിത്തീറ്റയിൽ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഉടൻ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. ഇപ്പം മുതലമടയിൽ ഡെൻസിഫൈഡ് ഫോഡർ ബ്ലോക്ക്, വൈക്കോൽ കട്ടയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ വിപണിയിലെത്തും. അതുപോലെ തന്നെ ആട്, കോഴി, മുയൽ തുടങ്ങിയവയ്ക്കുള്ള തീറ്റകളും ഉത്പാദിപ്പിക്കുവാനായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ടുണ്ട്. പ്രധാനമായി ഏരിയ സ്പെസിഫിക് മിനറൽ മിക്സ്ചർ, ധാതു ലവണ മിശ്രിതങ്ങൾ പശുക്കൾക്ക് ലഭിക്കേണ്ടത് ഓരോ മേഖലയുടെയും പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അത് വിപുലീകരിക്കാനായിട്ട് കേരള ഫീഡ്സ് ഉദ്ദേശിക്കുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും ക്ഷീര കർഷകർക്ക് ഏറ്റവും മികവുറ്റ കാലിത്തീറ്റ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾക്കറിയാം 25 രൂപ ഒരു ചാക്കിൽ എലിയറ്റിനും റിച്ചിനും 2 തീറ്റകൾക്കും കുറച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്ഷീര കർഷകർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ കേരള ഫീഡ്സ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രംഗത്ത് ഇടുക്കിയുടെ വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ പുതിയ യൂണിറ്റ് കൂടി അരിക്കുഴയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ക്ഷീര കർഷകർക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കാലിത്തീറ്റ അത് എത്തിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും എന്നാണ് കേരള ഫീഡ്സ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഔപചാരികമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാ ക്ഷീര കർഷകർക്കും വേണ്ടി
ക്ഷീരമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനായ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ് അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്കും ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും കാർഷിക മേഖലയിലെ പുതിയ ചലനങ്ങൾ മനസ്സിലാക്കാനും കേരള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ജീവൻ പകരാനും എല്ലാം സഹായകമായ ഒരു വലിയ മേളയായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മറ്റൊരു മേളയും കേരളത്തിൽ ഉണ്ടാകാനിടയില്ല. കാരണം ഒരു NGO സംഘടന നടത്തുന്ന ഒരു വലിയ മേള. തീർച്ചയായും ഈ മേളയിലൂടെ ഇന്ന് കാർഷിക രംഗത്ത് ഒരു പുതിയ ചലനങ്ങൾ ഉണ്ടാക്കാനും കൃഷിക്കാരനെ പ്രതീക്ഷ ഉണ്ടാക്കാനും വളരെയേറെ സഹായകമാകുന്ന ഒന്നായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ PJ ജോസഫ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ മേള ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ശ്രദ്ധയും ഈ മേളയിലാണ്. അദ്ദേഹത്തിന് ഈ രംഗത്തുള്ള പ്രത്യേകമായ താല്പര്യം ഗവൺമെന്റിലുള്ള സമയത്തും നിയമസഭയിലുള്ള സമയത്തും കേരളത്തിന്റെ കാർഷിക രംഗത്ത് തകർച്ചയിൽ നിന്ന് മോചിപ്പിക്കാൻ, കൃഷിക്കാരെ സഹായിക്കാൻ എല്ലാം കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന പ്രത്യേകമായ താല്പര്യം വളരെയേറെ ശ്ലാഘനീയമാണ്. ഒരു നേരത്തെ നമ്മുടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിന്റെ ക്ഷീരമേഖല ഇന്ന് പ്രതീക്ഷയുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാർഷിക രംഗത്താകെ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. റബ്ബറിന്റെ വിലത്തകർച്ച വലിയ ആഘാതമാണ് നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കുത്തനെ വില തകർന്നു. ആ വില തകർച്ചയിൽ മോചിപ്പിക്കാൻ ഗവൺമെന്റ് ഇടപെട്ടതുകൊണ്ട് ഒരു നേരിയ ചലനമുണ്ടായെങ്കിലും 240 രൂപ 242 രൂപയിൽ നിന്നുള്ള താഴേക്കുള്ള ആ തകർച്ച നമ്മുടെ എല്ലാ രംഗത്തും വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് പെണ്ണാട് ഇനത്തിൽ ഫസ്റ്റ് പ്രൈസ്.